ഹായ്! ഞാൻ എൻ്റെ ഒരു നിധിപ്പെട്ടി കാണിച്ചു തരട്ടെ. ദേ ഈ ഒരു ഡ്രോയറായിട്ട് എൻ്റെ നിധിപ്പെട്ടി ഞാൻ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ചില സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ഇത് ഇക്കാടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ സ്വന്തമായിട്ടൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോസ് ആട്ടോ. അത് ഈ ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായ നൊസ്റ്റുമാണ് ഞങ്ങൾക്ക്. എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റുമാണ്. കാരണം എന്ന് വെച്ചാൽ പ്ലസ് ടുവിൽ ഞാൻ ജേർണലിസം ആയിരുന്നു. അപ്പോൾ ജേർണലിസം സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പ്ലസ് ടു തീരാറായപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ സ്കൂൾ ജീവിതത്തെ പറ്റിയിട്ടും ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പറ്റിയിട്ട് ഒരു കുറിപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എന്തെങ്കിലും ഒരു ഇത് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ മറ്റേ ബാക്ക് ബെഞ്ചർ ആണല്ലോ, അപ്പം ഉടായിപ്പിട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി എഴുതിയതാ. പക്ഷെ ഇത് ലാസ്റ്റ് നിമിഷം ഒരു ബുക്കായിട്ട് കൈ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സങ്കടമായെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ളതൊന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പോഴാ ബുക്ക് കാണുമ്പോൾ എനിക്ക് ആ വിഷമം വരും, പക്ഷെ ഇപ്പോൾ സന്തോഷവും വരും. എന്തോ അതൊരു ഭയങ്കര ഒരു നൊസ്റ്റുമാണ്. അന്ന് സാറ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് ഈ ഒരു കുഞ്ഞു ബുക്കുണ്ടല്ലോ, ഇത് ഏതാണ്ട് 10-12 വർഷമായി ഞാൻ ഉണ്ടാക്കിയിട്ട്. ഞാൻ അത് ഉണ്ടാക്കിയത് എന്തിനാ ഉണ്ടാക്കിയതെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തിനാ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ചില സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എപ്പോഴും അടുക്കി പറക്കി വെക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ നാഗവല്ലിയായി മാറും. മാങ്ങാമാല, നാഗപടമാല, മേക്കാമോതിരം, ആ ഒരു വൈബാ ശരിക്കും എൻ്റെ മൈൻഡിൽ. പിന്നെ ആ ഭീഷ്മയുടെ FDFSൻ്റെ ടിക്കറ്റൊക്കെ എന്തിനാ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ കുറേ സപ്ലിയുടെ നോട്ട്സും കാര്യങ്ങളും. പിന്നെ ഈ കത്തിയൊക്കെ എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല, എവിടുന്നാ വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ഫയലിൽ എന്താ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ കാണാവേ. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. ബൈ.